അമ്മയുടെയും മകനായി ജനിച്ചു. സാധാരണ സാഹചര്യങ്ങളിൽ നിന്ന് കഠിനാധ്വാനം ചെയ്ത് പഠിച്ചു വന്ന് ഡിഗ്രിയും PGയും എടുത്ത് PSC കോച്ചിങ്ങിന് പോയി വർഷങ്ങളോളം ഉറക്കമൊഴിച്ച് പഠിച്ചു. പഠിക്കാൻ പണത്തിന് വേണ്ടി പിന്നെയും കൂലിപ്പണിക്ക് പോയൊരു ചെറുപ്പക്കാരൻ എക്സൈസ് റാങ്ക് ലിസ്റ്റിലെ 77ാം പട്ടികയിൽ വന്നിരുന്നു. 77ാം റാങ്കുകാരനായി. മെയിൻ ലിസ്റ്റിലെ 77ാം റാങ്കുകാരനായി വന്ന ചെറുപ്പക്കാരൻ ആദ്യം അന്വേഷിച്ചത് കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ നിന്ന് എത്ര ചെറുപ്പക്കാർക്ക് തൊഴിൽ കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ്. 145ലധികം ആളുകളെ മെയിൻ ലിസ്റ്റിൽ നിന്ന് അക്കമഡേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് അറിയുന്ന ചെറുപ്പക്കാരൻ ഉറച്ചു വിശ്വസിച്ചു താൻ ഒരു സർക്കാർ ജോലിക്കാരനാവും, എന്റെ കുടുംബത്തിന്റെ ബാധ്യതകൾ ഏറ്റെടുക്കാൻ കഴിയും, എന്റെ കുടുംബത്തിന്റെ നെടുന്തൂണാവാൻ കഴിയുമെന്ന് ഉറച്ചു വിശ്വസിച്ചു. ആ ചുറ്റുപാടിലുള്ള ആളുകൾ, ചെറുപ്പക്കാർ, കുടുംബാംഗങ്ങൾ, ക്ലബിലെ സഹപ്രവർത്തകർ അവരെല്ലാവരും അനുമോദനങ്ങളായി വീടുകളിലെത്തി. ആ വീടിന്റെ ചുറ്റുവട്ടത്ത് അവർ ഫ്ലെക്സ് വെച്ചു. നമ്മുടെ നാട്ടിൽ നിന്ന് സർക്കാർ ജോലിയിലേക്ക് സിവിൽ എക്സൈസ് ഓഫീസറായി നിയമിതനാവാൻ പോകുന്ന പ്രിയപ്പെട്ട ആ നാടിന്റെ ചെറുപ്പക്കാരൻ അഭിവാദ്യങ്ങൾ അറിയിച്ച് അവിടെ ഫ്ലെക്സ് വെച്ചു. മറ്റൊരു റാങ്ക് ലിസ്റ്റും നിലവിലില്ലാഞ്ഞിട്ടും ആ റാങ്ക് ലിസ്റ്റിലെ പ്രൊമോഷന്റെ കാരണങ്ങൾ കൊണ്ട് തന്നെ സമയത്ത് പ്രൊമോഷൻ കൊടുക്കാത്തതിന്റെ പേരിൽ മാത്രം ഈ ചെറുപ്പക്കാരൻ ഉൾപ്പെടെ തൊഴിൽ നിഷേധിക്കപ്പെട്ടിരിക്കുകയാണെന്ന് ഉറപ്പായിട്ടും അറിഞ്ഞിട്ടും 1-2 പേർക്കെങ്കിലും തൊഴിൽ കൂടുതൽ കിട്ടിയിരുന്നെങ്കിൽ ആ പട്ടികയിൽ ആ ചെറുപ്പക്കാരൻ വരുമായിരുന്നു എന്ന് ഉറച്ച ബോധ്യം സർക്കാരിനും ബന്ധപ്പെട്ടവർക്കും എല്ലാവർക്കും ഉണ്ടായിട്ടും, ഞാൻ ആവർത്തിക്കുന്നു, വേറൊരു റാങ്ക് ലിസ്റ്റ് നിലവിലില്ലാഞ്ഞിട്ടും ആ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധിയിൽ അതിന് അവസാനം കുറിക്കണമെന്ന ചിലരുടെ പിടിവാശി മൂലം കാരക്കോണത്തെ അനുവന്ന ചെറുപ്പക്കാരൻ ഇനി ചിരിച്ചഭിനയിക്കാൻ വയ്യ മറ്റുള്ളവരുടെ മുമ്പിൽ എന്ന് പറഞ്ഞൊരു കുറിപ്പെഴുതി ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ കരണത്തടിയൊന്നും ഈ സംവിധാനത്തിന് ഈ കേരളത്തിലെ ചെറുപ്പക്കാർ ഇതിനു മുമ്പ് നൽകിയിട്ടില്ല എന്നുള്ളത് നിങ്ങൾ ഓർക്കണം. ആ ചെറുപ്പക്കാരന്റെ ആത്മാവിന് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് സാർ. യോഗ്യതയില്ലാഞ്ഞിട്ടല്ല, PSC എഴുതാഞ്ഞിട്ടല്ല, പഠിക്കാഞ്ഞിട്ടല്ല, ജയിക്കാഞ്ഞിട്ടല്ല, റാങ്ക് ലിസ്റ്റിൽ വരാഞ്ഞിട്ടല്ല, പക്ഷെ ചിലരുടെ പിടിവാശി മൂലം ഒരു ചെറുപ്പക്കാരന്റെ ജീവൻ നഷ്ടപ്പെടുത്തിയിട്ട് എന്താണ് ഈ ഗവൺമെന്റിന്റെ അതിലുള്ള സമീപനമെന്ന് ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മറുപടിയിലും നമ്മൾ കേട്ടു. സാർ, ഇത് ചർച്ച ചെയ്യണ്ട എന്നാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയുന്നത്. ഈ നാട്ടിലെ ചെറുപ്പക്കാരുടെ പ്രശ്നങ്ങൾ ഈ സഭയിൽ അല്പസമയം നിർത്തിയിട്ടൊന്ന് ചർച്ച ചെയ്യാൻ ഈ ഗവൺമെന്റ് തയ്യാറല്ലെങ്കിൽ സാർ, ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് യോഗ്യതയുള്ള ചെറുപ്പക്കാരോട് ഈ സഭ കാണിക്കുന്ന ഏറ്റവും വലിയ അനീതിയായിരിക്കും. ഈ നാടിന്റെ ഭാവി തലമുറയെ സംബന്ധിച്ച് ഒരാശങ്കയുമില്ലാത്ത ഒരു പറ്റം ആളുകളായി ഈ സഭയിലിരിക്കുന്നവരെ മുഴുവൻ അവർ വിലയിരുത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകരുത്. അവര് വേണ്ടിയല്ലാതെ മറ്റാർക്ക് വേണ്ടിയാണ് സാർ ഈ ചർച്ചകൾ നമ്മൾ സംഘടിപ്പിക്കേണ്ടത്? ഇവിടെ ഒരുപാട് മാധ്യമങ്ങൾ ഈ നിയമനങ്ങളെ സംബന്ധിച്ച് റിപ്പോർട്ടുകൾ നടത്തി. ദൃശ്യമാധ്യമങ്ങൾ, പ്രിന്റ് മീഡിയ എല്ലാവരും നടത്തി. മുഖ്യമന്ത്രി പറയുന്നു അങ്ങനെ ഒരു സംഭവമേ ഇവിടെ നടന്നിട്ടില്ല എന്നുള്ളത്. എല്ലാവരും നിരന്തരം വാർത്തകൾ കൊടുക്കേണ്ടി വന്നു. ഓരോ ദിവസവും ഉത്തരവുകൾ പുറത്തിറങ്ങിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. ഓരോ ദിവസവും യോഗ്യതയില്ലാത്ത ആളുകളെ, താൽക്കാലികക്കാരെ പല പേരിൽ സ്ഥിരപ്പെടുത്തുന്നതിന്റെ ഉത്തരവുകളുടെ ഘോഷയാത്ര ഈ കേരളം കണ്ടിട്ടും ദർശിച്ചിട്ടും യുവജന വഞ്ചനയിൽ സർവകാല റെക്കോർഡിട്ടൊരു ഗവൺമെന്റ് ഒന്നും ഉണ്ടായിട്ടില്ല എന്ന പേരിൽ കണ്ണടക്കാൻ ശ്രമിക്കുമ്പോ ഇരുട്ടിലാവുന്നത് കേരളത്തിലെ ചെറുപ്പക്കാരന്റെ ഭാവിയാണ് എന്ന് മറുപടി പറയുന്നവരും ഉത്തരവാദിത്തപ്പെട്ട ആളുകളും ഓർമ്മിക്കണമെന്ന് ഞാൻ വിനീതമായി ഓർമ്മപ്പെടുത്തുന്നു. സാർ, ഏഷ്യാനെറ്റിന്റെ ഒരു പരമ്പരയിൽ ഒരു ചെറിയ ബൈറ്റ് കാണാനിടയായി. ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള ധന്യ, അതുപോലെ തന്നെ എറണാകുളം ജില്ലയിൽ നിന്നുള്ള സൗമ്യ, 2 റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട 2 പെൺകുട്ടികൾ. അവർ രണ്ടുപേരും പറയുന്നത് ഞങ്ങൾ 1ാം റാങ്കുകാരായിരുന്നു എന്നുള്ളത്. സാർ, HSAയിലെ 1ാം റാങ്കുകാരായിട്ട് അവർ തെരഞ്ഞെടുക്കപ്പെട്ടു. 2 പേരും ഒരു PSC പരീക്ഷയിൽ 1ാം റാങ്ക് കിട്ടുമ്പോൾ മിനിമം പ്രതീക്ഷിക്കുന്നത് ആ ജോലിയിലേക്ക് തങ്ങൾ തെരഞ്ഞെടുക്കപ്പെടുമെന്നുള്ള ഉറപ്പാണെങ്കിൽ, സാങ്കേതികത്വത്തിന്റെ പേര് പറഞ്ഞ് നിയമനങ്ങൾ നടത്താതെ, സമയബന്ധിതമായി ഇടപെടാതെ, ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാതെ ആ ചെറുപ്പക്കാർക്ക് 1ാം റാങ്കുകാർക്ക് പോലും തൊഴിൽ കൊടുക്കാതെ അവരെ മാറ്റി നിർത്തുന്ന ഒരു ഗവൺമെന്റിന്റെ പ്രതിനിധികളാണ് ഇവിടെ ഇത്തരത്തിലൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയുന്നത്. സാർ, LDC റാങ്ക് ലിസ്റ്റിലെ പാവങ്ങൾ എത്ര പേരാണ് ഈ MLA-മാരെ മുഴുവൻ അവരവരുടെ ഓഫീസുകളിലും വീടുകളിലും വന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്? എന്റെയും നിങ്ങളുടെയും ഔദാര്യത്തിന് വേണ്ടിയല്ല, അവരുടെ അവകാശത്തിനു വേണ്ടി അവർ നടത്തുന്ന പോരാട്ടം അതൊന്ന് ചർച്ചയാക്കാൻ പോലും ഈ സഭയ്ക്ക് സമയവും ഒഴിവുമില്ലെങ്കിൽ കേരളത്തിലെ ചെറുപ്പക്കാരനോട് ഇതിലും വലിയ അനീതി എന്താണ് ഈ ഗവൺമെന്റും നമ്മളും കാണിക്കുന്നത്? സാർ, LGSലെ റാങ്ക് ലിസ്റ്റുകൾ കഴിഞ്ഞ കാലങ്ങളിലെ നിയമനങ്ങളുടെ കണക്കുകൾ അവർ പുറത്തുവിടുന്നു. സാർ, പോലീസ് ലിസ്റ്റിലെ ചെറുപ്പക്കാരൻ
ഈ നാട്ടിലെ PSC ഉണ്ടായതിൽ വെച്ച് ഇന്നേ വരെയുള്ള മുഴുവൻ ആക്ഷേപങ്ങളും പരിശോധിക്കുമ്പോ കേരളത്തിലെ പബ്ലിക് സർവീസ് കമ്മീഷനെ വെറും പാർട്ടി സർവീസ് കമ്മീഷനായി അധപ്പതിപ്പിച്ച് ആ പോലീസ് റാങ്ക് ലിസ്റ്റ് മുഴുവൻ അട്ടിമറിച്ച് പരീക്ഷയിൽ ക്രമക്കേട് നടത്തി സ്വന്തം സഹപാഠിയുടെ നെഞ്ചിൽ കത്തി കുത്തിയിറക്കുന്നവനെ 1ഉം 2ഉം റാങ്കിലേക്ക് പ്രതിഷ്ഠിക്കുന്ന നാണം കെട്ട നാടകം ഈ കേരളത്തിന്റെ മണ്ണിൽ നടന്നതിന്റെ പേരിൽ കാലാവധി നഷ്ടപ്പെട്ടു പോയ ഒരു ലിസ്റ്റിലെ ചെറുപ്പക്കാരൻ തങ്ങൾക്ക് ജോലി ലഭിക്കണമെന്നുള്ള നിരന്തര ആവശ്യത്തെ പിൻകാലുകൊണ്ട് തൊഴിച്ചവർ പിൻവാതിലല്ലാതെ മുൻവാതിലുകൾ കേരളത്തിന്റെ ചെറുപ്പക്കാരന് മുമ്പിൽ തുറന്നു കൊടുത്തിട്ടില്ല എന്നുള്ളത് മുഖ്യമന്ത്രി എത്ര നിഷേധിച്ചാലും അതൊരു വസ്തുതയാണ് എന്നുള്ളത് കണക്കുകൾ പറയുന്നുണ്ട്. സാർ, ആ ചെറുപ്പക്കാർ എക്സൈസ് ലിസ്റ്റിലെ ആളുകൾ, ഡ്രൈവർ ലിസ്റ്റിലെ ആളുകൾ, ഏത് ലിസ്റ്റ് വേണമെങ്കിലും നിങ്ങൾ പരിശോധിച്ചോ. ചെറുപ്പക്കാർ കയറി ഇറങ്ങുകയാണ് ജനപ്രതിനിധികളുടെ മുമ്പിൽ. ഞങ്ങളുടെ റാങ്ക് ലിസ്റ്റിൽപ്പെട്ട കാര്യങ്ങളിൽ ഒഴിവുകളൊന്ന് റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. സാർ, ഒരു കാര്യം ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു, ആരുടെയും ഔദാര്യമല്ല അവർ ചോദിക്കുന്നത്. AKG സെന്ററിലേക്ക് നിയമനം നടത്തുന്നത് പോലെ സർക്കാർ സർവീസിലേക്ക് നിയമനം നടത്താൻ പാടില്ല എന്നാണ് അവർ പറയുന്നത്. അതിന് പാർട്ടിയുടെ കൊടിയോ നിറമോ അതല്ല മാനദണ്ഡമാവേണ്ടത്. അവന്റെ യോഗ്യതയും അവന്റെ അറിവും വിദ്യാഭ്യാസവുമാണ്. സാർ, അത് ഇവിടെ അട്ടിമറിക്കപ്പെടുകയാണ്. എന്നാൽ ഇത് 1ാം റാങ്കുകാർക്ക് ഇല്ലാത്ത ജോലി, ഈ ചെറുപ്പക്കാർക്ക് റാങ്ക് ലിസ്റ്റിൽ പട്ടികയിൽ വന്നില്ലാത്ത ആളുകൾക്കുള്ള ജോലി, അത് വേണ്ടപ്പെട്ടവർക്ക് പലർക്കും കിട്ടുന്നുണ്ട്. സാർ, കേരളത്തിലെ എല്ലാ ചെറുപ്പക്കാരുടെയും കൊച്ചാപ്പന്മാരും ചിറ്റപ്പന്മാരും ബന്ധുക്കളും മന്ത്രിമാരല്ലാത്തത് അവരുടെ കുറവാണോ? അവര് PSC പരീക്ഷ പഠിച്ചു പാസ്സായവരാണ്. സാർ, പാർട്ടി നേതാക്കന്മാരുടെ ബന്ധുക്കളാവണോ ജോലി കിട്ടണമെങ്കിൽ? സാർ, എത്ര ബന്ധു നിയമനങ്ങൾ CPM-നകത്ത് തന്നെ, പാർട്ടിക്കകത്ത് തന്നെ ചർച്ചയാവുന്ന തരത്തിൽ എത്ര ബന്ധു നിയമനങ്ങൾ ഈ ഗവൺമെന്റ് നടത്തി? സാർ, വേണ്ടപ്പെട്ടവരെ എത്രയാ നിയമിക്കുന്നത്? സാർ, നമുക്കെല്ലാവർക്കും അറിയാം, ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം നടത്തിയ പ്രധാനപ്പെട്ട നിയമനങ്ങളിൽ ഒന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് സ്വപ്ന സുരേഷിന്റെ നിയമനമാണ്. ആളുകൾ സാധാരണ കാലിനനുസരിച്ചാണ് ചെരുപ്പിടാറുള്ളതെങ്കിൽ ചെരുപ്പിനനുസരിച്ച് കാല് മുറിക്കുന്ന രീതിയിൽ ഒരു വ്യക്തിക്ക് വേണ്ടി മുഴുവൻ നടപടിക്രമങ്ങളും അട്ടിമറിച്ച് വലിയ താല്പര്യത്തോടെ ആനയിച്ചു കൊണ്ടുവന്ന് ജോലി കൊടുക്കുമ്പോ PG പഠിച്ച അനുവിന് 1 മുഴം കയറാണെങ്കിൽ 10ാം ക്ലാസ് പാസ്സായിട്ടുണ്ടോ സംശയമുള്ള സ്വപ്ന സുരേഷിന് ചീഫ് സെക്രട്ടറിയേക്കാൾ വലിയ ആനുകൂല്യത്തോടെ ഈ ഗവൺമെന്റ് ജോലിക്കെടുത്തത് ആരുടെ കാലത്താണ് സാർ? സാർ, അങ്ങയുടെ ശമ്പളം എത്രയാണെന്ന് നമുക്കറിയാം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശമ്പളം എത്രയാണെന്ന് നമുക്കറിയാം. ഈ ഇരിക്കുന്ന 141 പേരോടും പറയുന്നു ഒരൊറ്റ കാര്യം, എന്റെയും നിങ്ങളുടെയും ശമ്പളത്തെക്കാൾ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ആളുകളെക്കാൾ അടിസ്ഥാന ശമ്പളത്തോടെയാണ് സ്വപ്ന സുരേഷിനെ ഈ ഗവൺമെന്റ് ജോലിക്ക് വെച്ചിരുന്നെന്ന് പറയുമ്പോ അനുവിന് കിട്ടാത്ത നീതി സ്വപ്ന സുരേഷിന് കൊടുക്കുമ്പോ, വേണ്ടപ്പെട്ടവർക്ക് കൊടുക്കുമ്പോ ഓർക്കുക, 1 മാസം അവരെ തീറ്റിപ്പോറ്റാൻ ഈ ഗവൺമെന്റ് ചെലവാക്കിയത് 3,18,000 രൂപയാണ് എന്നുള്ളത് നിങ്ങൾ ഓർക്കണം. അതിൽ കൺസൾട്ടൻസികൾക്കും വിഷൻ ടെക്കിനും PWC ഉൾപ്പെടെയുള്ള ആളുകൾക്കും 1.5 ലക്ഷം കൊടുക്കണം. സ്വപ്ന സുരേഷിന് ശമ്പളം കൊടുക്കുമ്പോ അതിന്റെ ഒരു പകുതി പേർക്ക് കൊടുക്കണം. സാർ, GST ആയിട്ട് ഒരു 48,000 രൂപ അതിൽ നിന്ന് തിരിച്ചു കിട്ടുന്നത് ഒഴിച്ചു നിർത്തിയാൽ അത് മുഴുവൻ ഈ ഗവൺമെന്റ് ചെലവഴിക്കുന്ന ആർക്ക് വേണ്ടിയാണ്? സാർ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അവസ്ഥകൾ ഇത് നിരന്തരം ആവർത്തിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടും വളരെ വളരെ പ്രയാസത്തോടെ ചെറുപ്പക്കാർ അവന്റെ വേദനകൾ പറയുമ്പോ ഒരല്പസമയം അവർക്ക് വേണ്ടി നീക്കിവെക്കാൻ എന്തേ നമുക്ക് കഴിയാതെ പോകുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും പ്രധാനപ്പെട്ട ഒരു സംഭവം തന്നെയാണ്. സാർ, അങ്ങ് പറഞ്ഞു പിൻവാതിൽ നിയമനങ്ങളെ സംബന്ധിച്ച് ഒന്നും ഉണ്ടായിട്ടില്ല എന്ന്. ലൈബ്രറി കൗൺസിലിലേക്ക് ആളുകളെ സ്ഥിരപ്പെടുത്താൻ കഴിഞ്ഞ ഇടതുപക്ഷ ഗവൺമെന്റ് ഇറക്കിയ ഉത്തരവിനെ അത് നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാണിച്ച് അതിനുശേഷം വന്ന UDF ഗവൺമെന്റ് റദ്ദ് ചെയ്തപ്പോ അവിടെ കേസുകൾ ആരംഭിച്ചു. സാർ, അതിനുശേഷം ഈ ഗവൺമെന്റ് വന്നു, ആ നിയമന ഉത്തരവുകൾ റദ്ദ് ചെയ്തെന്ന് മാത്രമല്ല കഴിഞ്ഞ UDF ഗവൺമെന്റ് ലൈബ്രറി കൗൺസിലിലെ നിയമനങ്ങൾ PSCക്ക് വിട്ടു. സാർ, PSCയുടെ വിശ്വാസ്യത ഏറ്റവും സംരക്ഷിച്ചു പിടിക്കാൻ ശ്രമിക്കുന്നവരാണെന്ന് അവകാശപ്പെടുന്നവരല്ലേ? സാർ, ആ PSCക്ക് വിട്ട നിയമനങ്ങൾ വീണ്ടും ആ താൽക്കാലികക്കാരെ അവരെ സ്ഥിരപ്പെടുത്താനുള്ള നീക്കം ഈ ഗവൺമെന്റ് നടത്തി. കോടതിയിൽ കേസ് പോയി. സാർ, ഒരു വിരോധാഭാസം അന്നത്തെ ഈ കൗൺസിലിൽ നിന്ന് പിരിച്ചുവിട്ട ആളുകൾക്ക് വേണ്ടി കേസ് നടത്തിയ അഡ്വക്കേറ്റ്, ആ വക്കീലിനെ ഈ ഗവൺമെന്റ് സർക്കാരിന്റെ അഡ്വക്കേറ്റ് ജനറലായി നിയമിച്ചു. സാർ, കോടതിയിൽ PSC വഴി നിയമനം നടക്കണം, യോഗ്യതയുള്ള ആളുകൾക്ക് അത് കിട്ടണം, താൽക്കാലികക്കാരെ സ്ഥിരപ്പെടുത്തുന്ന നയമല്ല, യോഗ്യതയുള്ള ആളുകൾക്ക് അത് വരണമെന്നുള്ള ആവശ്യം
അവരെ തന്നെ നിയമിച്ചോട്ടെ. PSC വേണ്ട, യോഗ്യത വേണ്ട, ആ പട്ടിക വേണ്ട, ഇഷ്ടമുള്ളവരെ നിയമിക്കട്ടെ എന്ന് അഡ്വക്കേറ്റ് ജനറൽ അല്ല കേരളം വിളിക്കേണ്ടത് എന്നുള്ളത് കേരളത്തിന്റെ മുഖ്യമന്ത്രി മറുപടി പറയണം. ആരാണോ കേസ് ഇവർക്ക് വേണ്ടി നടത്തിയത് അവര് തന്നെ സർക്കാരിന്റെയും വക്കീലാവുക. അവര് തന്നെ കോടതിയിൽ പറയുകയാണ് വേണ്ട, PSC വഴി വേണ്ട, ഇവരെ തന്നെ സ്ഥിരപ്പെടുത്താമെന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കണം സാർ. ഇനി ഞങ്ങൾ ഏതെങ്കിലും തരത്തിൽ ആരോപണം ഉന്നയിക്കുന്നത് മാത്രമാണോ സാർ? ഇനി ഒരു കാര്യം, ഞാൻ ഈ ഫയൽ ഞാൻ എല്ലാം വായിക്കുന്നില്ല, ഒറ്റ കാര്യം നിങ്ങളെടുത്ത് പരിശോധിക്കുക. ഒരൊറ്റ കാര്യം, ഇപ്പോ ടൂറിസം ഡിപ്പാർട്ട്മെന്റിലെ ഒരു ഫയല് എന്റെ പക്കലുണ്ട് സാർ. അതിനകത്ത് ആളുകളെ സ്ഥിരപ്പെടുത്തുകയാണ്. 7 പേരെ PSCയുടെ നിയമന അധികാര പരിധിക്ക് അപ്പുറത്തു നിന്ന് സ്ഥിരപ്പെടുത്താൻ തീരുമാനമെടുക്കുന്നു സാർ. ആ ഫയലിന്റെ പുറകിലേക്ക് പോകുമ്പോ ധനകാര്യ വകുപ്പ് പറയുന്നു കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടായതിനാൽ താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുന്നതിനെ സംബന്ധിച്ച വിഷയത്തിൽ യോജിക്കാൻ കഴിയില്ല എന്ന് ഭരണവകുപ്പിനെ അറിയിക്കുന്നു സാർ. നിയമവകുപ്പ് പറയുന്നു പ്രസ്തുത വിഷയം സംബന്ധിച്ച് സോ പ്രകാരം ധനകാര്യ വകുപ്പ് നൽകിയ അഭിപ്രായത്തോട് യോജിക്കുന്നു. നിയമവകുപ്പ് പറയുന്നു സാർ, അവരും കൃത്യമായിട്ട് സൂചിപ്പിക്കുന്നു ഒരു തരത്തിലും ഇതിനോട് യോജിപ്പിക്കാൻ കഴിയില്ല സാർ. ചെറുപ്പക്കാരുടെ വിഷയമാണ്, അങ്ങുൾപ്പെടെ സഭയിൽ അവതരിപ്പിച്ച കാര്യങ്ങളാണ്. ഞാൻ വിഷയത്തിന് പുറത്ത് ഒന്നും പറയുന്നില്ല സാർ. അവസാനം ക്യാബിനറ്റിന്റെ മുന്നിൽ തീരുമാനമെടുക്കേണ്ട വിഷയമെന്നുള്ള പേരിൽ വരുന്നത് നിയമവകുപ്പിന്റെയും അഭിപ്രായങ്ങൾ മറികടന്ന് വിനോദസഞ്ചാര വകുപ്പിന് കീഴിലുള്ള PSC മുഖേന നിയമം നടത്താത്തത്, ധനകാര്യ വകുപ്പിന്റെയും ഉദ്യോഗസ്ഥ പരിഷ്കാര വകുപ്പിന്റെയും നിയമവകുപ്പിന്റെയും അഭിപ്രായങ്ങൾ മറികടന്ന് വിനോദസഞ്ചാര വകുപ്പിന് കീഴിലുള്ള PSC മുഖേന നിയമനം നടത്താത്തതും നിലവിലുള്ള ലാസ്റ്റ് തസ്തികകളിൽ അവരെ നിയമിക്കാവോ എന്നാണ് ചോദ്യം. 3 വകുപ്പുകളുടെ എതിർപ്പിനെ മറികടന്ന് നിയമിക്കാവോ എന്ന് ചോദിക്കുമ്പോ ക്യാബിനറ്റ് തീരുമാനിക്കുന്നത് ആരെതിർത്താലും ശരി അവരെ സ്ഥിരപ്പെടുത്തിയ എന്നുള്ള ഉത്തരവ് ഗവൺമെന്റ് ഇതുപോലെ ഇറക്കുകയാണ് സാർ. ഏത് ഡിപ്പാർട്ട്മെന്റിലും സാംസ്കാരിക വകുപ്പിന്റെ ഫയൽ ഇതേ അഭിപ്രായം. അവസാനം ചോദിക്കുന്നു നിയമവകുപ്പിന്റെയും ധനകാര്യ വകുപ്പിന്റെയും അഭിപ്രായത്തിൽ എതിർപ്പ് മറികടന്ന് ഭാരത് ഭവനിലെ നിലവിലുള്ള അംഗീകൃത ഓഫീസേഴ്സ് അറ്റൻഡർ തസ്തികയിലേക്ക് ഒരു പ്രത്യേക കേസായി പരിഗണിച്ച് നിയമിക്കാവോ? ക്യാബിനറ്റ് തീരുമാനിക്കുന്നു, നിയമിക്കാം സാർ. തൊഴിൽ വകുപ്പില് ഇതുപോലെ ചോദിക്കുന്നു. അവസാനത്തെ സ്റ്റേറ്റ്മെന്റ് പോയിന്റ് ഓഫ് ഡിസിഷൻ ഇവർക്ക് ഇങ്ങനെ ഈ വകുപ്പുകളുടെ ഈ എതിർപ്പിന് മറികടന്ന് നിയമിക്കാവോ? ഡിപ്പാർട്ട്മെന്റ്, സർക്കാർ, ക്യാബിനറ്റ് പറയുന്നു നിയമിക്കാം സാർ. കിലയിലെ 10 പേരെ നിയമിച്ചു, താൽക്കാലിക്കാരെ സ്ഥിരപ്പെടുത്തി. അവിടുന്ന് മുഴുവൻ ആളുകളും പറയുന്നു സാർ ലെക്ചർ തസ്തികയിലുള്ള ഒരാൾക്ക് PhD വേണമെന്ന് കിലയുടെ ബൈലോ പറയുമ്പോ അതുപോലും ഇല്ലാത്ത ആളുകളെ സ്ഥിരനിയമനം നൽകി നിയമിച്ച് ഉത്തരവിറക്കിയിട്ട് നിയമനം നടത്തിയിട്ടില്ല എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ സാർ? കെൽട്രോണിൽ 1ഉം 2ഉം പേരെയല്ല, PSCയിൽ ചെറുപ്പക്കാർ ആയിരക്കണക്കിന് 10,000-കണക്കിന് അവൻ പഠിച്ചു പാസ്സായ ജോലിക്ക് വേണ്ടി കാത്തു നിൽക്കുമ്പോഴാണ് 296 പേരുടെ ലിസ്റ്റ് കെൽട്രോണിന്റെ പേരിൽ ഇവിടെ സ്ഥിര നിയമനത്തിനായി ഗവൺമെന്റ് പരിഗണിച്ചത് സാർ. സ്കോൾ കേരളയില് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇടത് അധ്യാപക സംഘടനകളുടെ രൂക്ഷമായ എതിർപ്പുണ്ടായിട്ട് പോലും പാർട്ടി തീരുമാനത്തിൽ അതിനെ മറികടന്നിട്ട് സ്കോൾ കേരളയിൽ നിരവധി നിയമനങ്ങൾ വഴിവിട്ട് നടത്തിയതിന്റെ രേഖകൾ മുഴുവൻ ഇന്ന് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ലഭ്യമാവുകയാണ്. വിദ്യാഭ്യാസ വകുപ്പിന്റെ എതിർപ്പുകൾ, മന്ത്രിയുടെ എതിർപ്പുകൾ അതുപോലും കാറ്റിൽ പറത്തി യോഗ്യതയില്ലാത്ത ആളുകളെ കൊണ്ട് ഈ നിയമനം നടത്തിക്കുന്ന അവസ്ഥ സാർ. സാർ ഡ്രൈവർമാരുടെ അവസ്ഥ സാർ. താൽക്കാലിക നിയമനങ്ങൾ നേടിയവരുടെ നോക്കി അവരെ സ്ഥിരപ്പെടുത്തുന്നതിന്റെ വിഭജന വിരുദ്ധതയുടെ ഘോഷയാത്രയും സർവകാല റെക്കോർഡുമാണ് ഈ ഗവൺമെന്റ് ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് സാർ. 100 ദിനം കൊണ്ട് ഞങ്ങൾ തൊഴിൽ കൊടുത്തു എന്ന് പറയുന്ന ലിസ്റ്റ്, ആ ലിസ്റ്റിൽ പറയുന്ന കാര്യങ്ങളിൽ പോലും സർക്കാരിന്റെ അവകാശവാദങ്ങളിൽ പോലും ആകെ നിയമനം എന്ന് സർക്കാർ പറയുന്നത് 12,566 ദിനം കൊണ്ട് കൊടുത്തു എന്ന് പറയുന്നത്. ആ കൊടുത്തതിൽ 12,350 പേരെയും താൽക്കാലികക്കാരായി നിയമിച്ചിട്ട് നിങ്ങൾ PSCക്ക് വേണ്ടി നടത്തുന്ന പ്രസംഗം അത് ആര് വിശ്വസിക്കാനാണ് സാർ? സർവകലാശാലകൾ, ഞാനും നിങ്ങളും ഉൾക്കൊള്ളുന്ന ഇവിടുത്തെ പ്രതിനിധികൾ നമ്മൾ സമരം ചെയ്തിട്ടുള്ളവരാണ്, പ്രക്ഷോഭം സംഘടിപ്പിച്ചിട്ടുള്ളവരാണ്. 116 അധ്യാപകരെ ഞാൻ അവസാനിപ്പിക്കുന്നു. 116 അധ്യാപകരെ കാലിക്കറ്റ് സർവകലാശാലയിൽ സിൻഡിക്കേറ്റിന് മുമ്പിൽ ഫയൽ പോലും വരാതെ നിയമിക്കാൻ തീരുമാനമെടുക്കുമ്പോൾ സാർ മുഴുവൻ ബാക്ക്ലോഗുകളും അവിടെ പിന്നോക്കക്കാർക്കുള്ളത്, ഭിന്നശേഷിക്കാർക്കുള്ളത് പോലും അട്ടിമറിച്ചിട്ട് സിൻഡിക്കേറ്റിന് മുമ്പിൽ ഫയൽ വരാതെ നിയമിക്കുകയാണ് സാർ. അനധ്യാപക ജീവനക്കാരുടെ നിയമനം PSCക്ക് വിട്ടിട്ട് അവിടെ 10-60 പേരെ അനധ്യാപക നിയമനം PSCക്ക് വിട്ടിട്ടും അത് അംഗീകരിക്കാതെ അവിടെ ആളുകളെ സർവകലാശാലകളിൽ പോയി അവിടെ ആളുകൾ
ആളുകളെ നിയമിക്കാൻ തീരുമാനമെടുക്കുക. സാർ, ഹൈക്കോടതി അത് റദ്ദ് ചെയ്യുന്ന സാഹചര്യം. സാർ, താൽക്കാലിക ജീവനക്കാരുടെ എണ്ണം പത്രങ്ങളിൽ വന്നു. മനോരമയിൽ പറയുന്നു 1.17 ലക്ഷം വിവരാവകാശ പ്രകാരം. താൽക്കാലിക നിയമനം PSCയുടെ ഇരട്ടി. സർക്കാർ നിയന്ത്രിത സ്ഥാപനങ്ങളിലേക്ക് കൂട്ടിയാൽ 2.5 ലക്ഷത്തിലധികം എന്നുള്ളത് ഇവിടുത്തെ പത്രമാധ്യമങ്ങൾ പറയുന്നു. സാർ, റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി മറ്റൊരു റാങ്ക് ലിസ്റ്റ് നിലവിലില്ലാത്തപ്പോ അവസാനിപ്പിക്കാതെ അത് വെച്ച് നീട്ടിക്കൊണ്ടുപോകുന്ന ആളുകൾ, അതിന് പകരം മറ്റൊരു റാങ്ക് ലിസ്റ്റ് നിലവിലില്ലെന്ന് റാങ്ക് ലിസ്റ്റുകൾ, ഞാൻ അവസാനിപ്പിക്കുന്നു, കൺക്ലൂഡ് ചെയ്യുന്നു, റാങ്ക് ലിസ്റ്റുകൾ അതിനെ അവസാനിപ്പിച്ച് റാങ്ക് ലിസ്റ്റുകളുടെ ശവപ്പറമ്പായി കേരളത്തെ മാറ്റിയിട്ട് അവിടെയൊക്കെ താൽക്കാലികക്കാരെ തിരികെ കയറ്റാനുള്ള ശ്രമങ്ങൾ ഈ കേരളത്തിന്റെ മണ്ണിൽ നടക്കുമ്പോൾ ഒരൊറ്റ കാര്യം ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. ഇവിടെ ന്യായീകരണ ക്യാപ്സൂളുകൾ വിഴുങ്ങുകയും വിതരണം ചെയ്യുകയും എന്നതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഉത്തരവാദിത്വം ഇവിടുത്തെ ഇടത് യുവജന സംഘടനകൾക്കുണ്ടെങ്കിൽ ഈ ചെറുപ്പക്കാർക്ക് വേണ്ടി ഒരു മൗന പ്രാർത്ഥനയെങ്കിലും നടത്തണമെന്ന് അവരോട് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. സാർ, ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നു. മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞ കരണത്തടി, കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 19 തവണ കരണത്തടി വാങ്ങിയതൊന്നും ആരും മറന്നിട്ടുണ്ടാകില്ല എന്ന് ഞങ്ങൾ കരുതുന്നു. ഇതിലും വലിയ അടി വരാനിരിക്കുന്നുണ്ട്. അത് കേരളത്തിലെ യുവജനങ്ങളുടെയാണ്. അവരുടെ യോഗ്യതയെ, അവരുടെ കഠിനാധ്വാനത്തെ, അവരുടെ വിദ്യാഭ്യാസത്തെ, അവരുടെ കഷ്ടപ്പാടിനെ, അവരുടെ പ്രയാസങ്ങളെ അവഗണിച്ച് ഒരുമിച്ചവർക്ക് സർക്കാരിന്റെ തൊഴിൽ തീരെഴുതി കൊടുക്കുന്നവരുടെ അവർക്കെതിരായിട്ടുള്ള പ്രതികരണം അധികം വൈകാതെ പതിയും അതിനുവേണ്ടി കാത്തിരിക്കണം എന്ന് പറയുന്നു. ഈ കാര്യം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ശക്തമായി ആവശ്യപ്പെടുന്നു. സാർ,